ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നല്ല മഴയുള്ള ഒരു രാവിലെ ഞാനിതാ എണീറ്റിട്ട് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. ഈ 2 നാരങ്ങ കണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 നാരങ്ങ പൊഴുത്തിട്ട് ഇതാ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് ഇറങ്ങിക്കാണ് കേട്ടോ, എന്തൊക്കെ ഇവിടെ വീണെടുക്കുന്നുണ്ട് നോക്കാൻ. അപ്പോൾ ഇന്ന് ഈ ഒരു ചവിട്ടി മാത്രമേ വീണിട്ടുള്ളൂ കേട്ടോ. അത് തിരുമ്പിട്ടിക്കേനി. ഇനി നമുക്ക് രണ്ടാമത് ഒലുമ്പിയിട്ട് അത് അയിലുമൊക്കെ തന്നെ ഇടണം. അതിൻ്റെ കൂടെ തന്നെ കോഴിക്കുട്ടന്മാരെ അങ്ങോട്ട് അയച്ചു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തണുത്ത് വരച്ചിട്ട് ഇതാ ആ കോഴിക്കുട്ടനക്ക് ഇറങ്ങാനൊരു മടിയുണ്ട് കേട്ടോ. പിന്നെ ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്, കാരണം നല്ല മഴയല്ലേ ഇപ്പോൾ. അപ്പോൾ നിന്ന് പെയ്യാണ്. അപ്പോൾ രാവിലെ തന്നെ കിണറിൻ്റെ അവിടെ പോയോക്കാന്ന് വിചാരിച്ചു കേട്ടോ. കിണറിൻ്റെ അവിടേക്കൊക്കെ ഇതാ വെള്ളം വന്ന് ഇങ്ങനെ ചാടുകയാണ്. അപ്പോൾ ഇനി മോട്ടർ പൊന്തിച്ച് വെക്കണോ എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത്, മുങ്ങിക്കണോ വലിച്ച് കയറ്റണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടെ മുകളിൽ ആണ് മോട്ടർ ഇരിക്കുന്നത് കേട്ടോ. വെള്ളം അവിടെ ഒന്നും എത്തിയിട്ടില്ല, സമാധാനമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഇതാ തീയൊക്കെ പിടിപ്പിച്ചു. ഇവിടെ തിളപ്പിക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇന്ന് എന്നത്തെ പോലെ തന്നെ ദോശ എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ദോശയിനു. അതൊക്കെ ചുട്ടു, ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഹൈസക്കുട്ടി ഇതാ സ്കൂളിലേക്കൊക്കെ പോയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. അങ്ങനെ ഇതാ വെള്ളത്തിന് ഇന്നും അപ്പുറത്തുനിന്ന് കുപ്പി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഈ ഒരു കുപ്പിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അന്നത്തെ കുപ്പിയിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു പച്ച കുപ്പിയിൽ. അപ്പോൾ ഇന്ന് ഇതാ ഓലെ യൂബലിൻ്റെ കമ്പനീൻ്റെ കുപ്പിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിൽ വെള്ളമൊക്കെ നിറച്ച് ഞാനിതാ ഹോസ്പിറ്റലിലേക്ക് പോന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തി നമ്മൾ ലിസ്റ്റൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു ഇതാ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ബസ്സിലാണ് തിരിച്ച് വരുമ്പോൾ വീട്ടിലേക്ക് പോരുന്നത്. അങ്ങനെ കോട്ടക്കന്ന് ഞങ്ങൾ ബസ്സൊക്കെ കയറി ഇവിടെ കാടാമ്പുഴ എത്തി. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ അടഞ്ഞു കേട്ടോ. അപ്പോൾ പ്രീതി ബേക്കറിൻ്റെ മുന്നിൽ അങ്ങോട്ട് ഇറങ്ങി. അവിടുന്ന് ഡോണറ്റ്സ് എന്ന് പറയില്ലേ, എന്താണ് അതിന് കറക്റ്റ് അങ്ങനെ തന്നെ പറയാനൊന്നും അറിയില്ല കേട്ടോ. അത് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഹൈസ് കുട്ടിക്ക് കെടുക്കാൻ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിയതേനു. അങ്ങനെ പിന്നെ ഓൻ വരുന്നത് വരെ ഒന്നും ക്ഷമയില്ലാത്തതുകൊണ്ട് വന്നപ്പോൾ തന്നെ പിന്നെ അത് അങ്ങോട്ട് പൊളിച്ച് തിന്നാൻ വിചാരിച്ചു കേട്ടോ. 2 വാങ്ങിയിട്ടുണ്ട്. ഈ 2 വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്നിന് 30 രൂപയാണ്. ഓനക്കുള്ള കഷ്ണം അവിടെ ആ പെട്ടിയിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്തെ കടയിൽ തന്നെ അതിൻ്റെ നേരെ മുന്നിലൊരു കട ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാക്ക് അകത്തിടാൻ ചെരുപ്പ് വേണ്ടായിരുന്നു കേട്ടോ, നല്ല തണുപ്പൊക്കെ അല്ലേ. അങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. 150 രൂപ ആയിട്ടാ ചെരുപ്പിന്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതാ ഇതൊന്ന് പൊട്ടിച്ച് കഴിച്ച് നോക്കുകയാണ്. ഞാൻ ഭയങ്കര പ്രതീക്ഷയിലൊക്കെ വന്നതായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബെന്നി ഒക്കെ അല്ലേ, ബ്രെഡും ബെന്നൊക്കെ അതിന് മുകളിൽ ഒരു ഭാഗത്ത് മാത്രം വല്ല ക്രീമൊക്കെ തേച്ച് അങ്ങനെ ഉണ്ടാവും. അതന്നെയാണ് കേട്ടോ, അല്ലാതെ പ്രത്യേക ഒരു ടേസ്റ്റ് ഒന്നും ഇതിനൊന്നുമില്ല. അപ്പോൾ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു. അതേതായാലും ഇപ്പോൾ നല്ലോണാണ്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും ആഗ്രഹിക്കൂല. അങ്ങനെ ഹൈജീനുള്ള പീസൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാ എല്ലാവർക്കും കഷ്ണാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും എല്ലാവരും കഴിച്ചു. പിന്നെ എൻ്റെ കുപ്പിവെള്ളമൊക്കെ എവിടെ പോയി, പൊട്ടി തീർന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി 1-2 വിളകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇന്ന് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു 2-3 സെറ്റ് കുപ്പിവെള്ള വാങ്ങണം കേട്ടോ. വേറെ കളറ്, കറുപ്പ്, വെള്ള, പച്ച അങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മൾ വാങ്ങും. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്നലെ അടുപ്പിൻ്റെ അവിടെ അങ്ങനെ മാറ്റി വെച്ചില്ലേ, മുളക് കുറച്ച് ചീഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെല്ലാം വെള്ളമൊക്കെ തുടച്ച് നല്ലത് മാത്രം എടുത്തിട്ട് ഇതാ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തത് കുഞ്ഞുള്ളിയാണ് കേട്ടോ. അതും ഇങ്ങനെ തന്നെ കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്ന് ഇങ്ങനെ ഇതാവണുണ്ട്. അതും തുടച്ചിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ പുറത്താണ് കേട്ടോ ഇനി വെക്കുന്നത്. അങ്ങനെ നന്നായിട്ട് വെള്ളം തുടച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ആ ഒരു ചെടി ഇതാ മുറ്റത്തേക്ക് അങ്ങോട്ട് തൂങ്ങി ആടി നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൊമ്പൊക്കെ കൂടെ വെയിറ്റൊക്കെ കൂടെ വന്നപ്പോൾ അങ്ങനെ കാറ്റിന് പാറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം പച്ചക്കറികളൊക്കെ മാറ്റി ചീഞ്ഞതൊക്കെ റെഡി ആക്കി എടുത്തപ്പോൾ അധികം വേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല മഴയുണ്ട്. അപ്പോൾ മഴത്തന്നെ ഞാൻ പോവുകയാണ്. ഇനി ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നിട്ട് അങ്ങനെ ഈ ചാറി ഇങ്ങനെ ഇരിക്കൂട്ടാ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് മുളകിൻ്റെ ചോട്ടിൽ ഓടിപ്പോയിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വരികയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിൻ്റെ തോല് അങ്ങനെ എല്ലാത്തിൻ്റെ തോലൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ മഴയൊക്കെ വന്നപ്പോൾ നമ്മളെ മൊയ്തീൻ കുട്ടൻ ഇതാ നല്ല തണുത്ത് വിറച്ച് അതിൻ്റെ തൂവലൊക്കെ ഇതാ നനഞ്ഞൊട്ടിയിട്ട് ഇങ്ങനെ നിലത്ത് മുട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ അവിടെ വന്ന് കയറിയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് അരി എടുത്തിട്ട് അതങ്ങനെ ഇട്ടെടുത്തിട്ടാ. ഇടയ്ക്ക് ഇങ്ങനെ കണ്ടാൽ ഇന്നെ മുഖത്ത് നോക്കി ഇങ്ങനെ കൊക്കോ എന്നിട്ട് ഇങ്ങനെ കൂണാണ്. അങ്ങനെ ഹൈസുകുട്ടി ഇതാ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓനിക്ക് നമുക്ക് വാങ്ങിയിട്ടുള്ള സാധനം അങ്ങോട്ട് കൊടുക്കുക. ഇനി ബേബിക്കും വെച്ച് സർപ്രൈസ് തരട്ടെ. എൻ്റെ ബേബിക്ക് നല്ല ഇഷ്ടമാണ് സർപ്രൈസ്. നോക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ നോക്ക്.
ഇഷ്ടപ്പെട്ടാ? തിന്നോട്ടാ. ബിസ്മില്ലിട്ട്. എടാ അത് കണ്ടാക്കിയിട്ട് ഇട്ടതല്ല, കഷ്ണാക്കിയതല്ല. ഇത് ഇങ്ങനെ തന്നെ കിട്ടലിട്ടാ. ഇത് ഇങ്ങനത്തെ ഒരു കേക്കാണ് കേട്ടാ. ഐസോ ആ നോക്ക്. ഇതെന്താണ് അറിയോ? ഡോണറ്റ്സ് അങ്ങനെ എന്തോ ആണ് ഇതിന് പറയല് കേട്ടാ. ഇഷ്ടപ്പെട്ട്? അത് സ്നിക്കേഴ്സ്. അപ്പോൾ രാവിലെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് വെള്ളം ചൂടാക്കിയതും അതേപോലെ തന്നെ കുറച്ച് ചെറിയരിക്കണ്ണി ഉണ്ടായിരുന്നു കേട്ടോ. അത് വന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും കുടിച്ചു. ഇനി രണ്ടാമതും തീ പിടിപ്പിക്കുകയാണ്. അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഇതിൽ ഉമ്മാക്കുള്ളതാണ് കേട്ടോ. ഗോതമ്പ് നുറുക്കാണ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. കുറച്ച് ഉപ്പിട്ടിട്ട് അതങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതേപോലെ തന്നെ അടുപ്പിൻ്റെ കരക്കലൊക്കെ കെടുക്കണ മുളക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം ചീഞ്ഞ് നാശമായ മുളകാണ് കേട്ടോ. അതങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗോതമ്പ് നുറുക്കൊക്കെ വന്നിട്ട് അതിലേക്ക് ഉമ്മാക്ക് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ മുകളിൽ വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി നല്ല ഇഷ്ടമാണ് ഉമ്മാക്ക്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള ചെറിയരി കഞ്ഞിയാണ് വെക്കുന്നത്, രാത്രി എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അങ്ങനെ ചെറിയരി ഇതാ അതേ അടുപ്പിൽ തന്നെ അങ്ങനെ തീ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്നിട്ട് അങ്ങനെ വേവട്ടെ. എന്നിട്ട് വേണം നമുക്ക് രാത്രി അച്ചാറും അതേപോലെ കഞ്ഞിയും കൂടെ കുടിക്കാൻ. നല്ല തണുപ്പത്ത് നല്ല ടേസ്റ്റ് ആയിക്കാരം. അങ്ങനെ കഞ്ഞി റെഡി ആയിട്ട് ഞങ്ങൾ രാത്രി കഞ്ഞി കുടിച്ചു. പിന്നെ ഉമ്മാനെ ഒരു 7 മണി 8 മണിയൊക്കെ ആവാൻ നേരത്താണ് കേട്ടോ ഉമ്മാക്ക് ഇനി സൂചി അടിക്കാൻ പോകാനുണ്ട് കേട്ടോ മരുന്ന്. അപ്പോൾ ഉമ്മാക്ക് എന്താണ് ചോദിച്ചേന്നു. അപ്പോൾ ഉമ്മാക്ക് എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പാണ് കേട്ടോ. നല്ല പനി, ഛർദി, വയറിൻ്റെ ഒരു സൈഡ് വേദന, അങ്ങനെ ഇന്നൊക്കെ 19 ദിവസമായിട്ട് അമ്മക്ക് ഈ ഒരു ഇത്. അപ്പോൾ എന്നും 2 നേരമായിട്ട് മരുന്ന് അടിക്കലാണ് കേട്ടോ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.